Hello, good morning. Okay, good morning once again. ആരും ഒരു ഗുഡ് മോർണിംഗ് തിരിച്ചു പറയുന്നില്ല. ടൈപ്പ് ചെയ്തിട്ടുണ്ട്, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആരെങ്കിലും ഒരു സൗണ്ടില് വോയിസിൽ വിചാരിച്ച് കുറച്ച്. ഗുഡ് മോർണിംഗ് മാം. ഓക്കെ, ഗുഡ് മോർണിംഗ്. നമുക്ക് ഒരു ഗുഡ് മോർണിംഗ് പറയുമ്പോ അത് കേൾക്കാൻ ഇഷ്ടമുണ്ടാവും അല്ലെ തിരിച്ച്. അതുകൊണ്ടാണ് ഞാൻ കുറച്ചേരം വെയിറ്റ് ചെയ്തത്. പിന്നെ മാത്രമല്ല വളരെ സ്ട്രെങ്ത് കുറവായിരുന്നു തുടങ്ങാമെന്ന് വിചാരിച്ചപ്പോ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളുടെ ചാപ്റ്റർ മെഡിക്കൽ ടെർമിനോളജി ആണ്. കുറെ ടേംസ് നമുക്ക് എന്താ പറയാ ഹോസ്പിറ്റൽസിൽ അവരുടെ കമ്മ്യൂണിക്കേഷൻസിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറയാൻ അല്ലെങ്കിൽ സൂചിപ്പിക്കാൻ ഒക്കെ ഇപ്പൊ പ്രിസ്ക്രിപ്ഷനിലായാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ സ്റ്റാഫുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായാലും ഹോസ്പിറ്റലിന്റെ ഫാർമസിയില്, ലാബില്, ഒടിയില്, ഓപ്പറേഷൻ തിയേറ്റേഴ്സില്, അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റ്സിലും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്യണമെങ്കിൽ ഈ മെഡിക്കൽ ടേംസ് കുറച്ച് എന്താ പറയാ അതിന്റെ ഇന്റർനാഷണലി ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന കുറെ എന്താ പറയാ ലാംഗ്വേജസ് ബൈ ഇൻക്ലൂഡിംഗ് പ്രിഫിക്സസ് ആൻഡ് സഫിക്സസ്. അതായത് പുതിയ വേർഡുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രിഫിക്സും സഫിക്സും ഒക്കെ ഉപയോഗിച്ച് പല മാറ്റങ്ങളും ചില റൂട്ട് വേർഡ്സിലൊക്കെ വരുത്തി, അതുപോലെ തന്നെ അബ്രിവിയേഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് എന്താ പറയാ ഇപ്പൊ ലെങ്തി ആയിട്ടുള്ള വല്ല പ്രിസ്ക്രിപ്ഷൻസ് എഴുതണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രോഗത്തിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതണം, ഇതൊക്കെ ഭയങ്കരമായിട്ട് വലിച്ചു വരുന്ന നീട്ടിയൊക്കെ എഴുതുക എന്ന് പറയുന്നത് അത് അത്ര പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല ഈ ഹോസ്പിറ്റൽസ്. ബിക്കോസ് അവിടെ ടൈമിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. വളരെ ടൈം എന്ന് പറയുന്നത് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹോസ്പിറ്റൽസിൽ. കാരണം ഓരോ പേഷ്യൻസും വെയിറ്റിംഗ് ചെയ്യുന്നവരും അതല്ലെങ്കിൽ എന്താ പറയാ കൺസൾട്ടേഷന് വേണ്ടിയിരിക്കുന്നവരും ഇൻപേഷ്യൻസ് ആയിട്ടുള്ളവർക്കൊക്കെ ഈ സർവീസസ് പ്രൊവൈഡ് ചെയ്യും അല്ലെ. അപ്പൊ അതൊന്നും ലാഗ് വരാതെ കൃത്യമായിട്ട് അതിനെയൊക്കെ ഒരു പരിധി വരെ അത്തരം കാര്യങ്ങളൊക്കെ എന്താ പറയാ സിംപ്ലിഫൈ ചെയ്ത് അല്ലെങ്കിൽ അതിനെയൊക്കെ ലഘൂകരിച്ച് അത്തരം കാലതാമസങ്ങളൊക്കെ ലഘൂകരിച്ചൊക്കെ കൊണ്ടുപോകാനൊക്കെ വേണ്ടിയിട്ട് അതിനൊക്കെ എന്താ പറയാ കൺവീനിയന്റ് ആയിട്ടുള്ള രീതിയിലാണ് ഹോസ്പിറ്റൽസിൽ ഇത്തരം എല്ലാ ഹോസ്പിറ്റൽസിലും അവർക്ക് ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇന്റർനാഷണലി ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന മെഡിക്കൽ ടേംസ്, മെഡിക്കൽ ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്. അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പറഞ്ഞിരുന്നു ഞാൻ എല്ലാം നമ്മൾ കാണാതെ പഠിക്കണ്ട, പക്ഷെ കാണാതെ പഠിക്കണ്ട എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതിൽ കുറച്ച് മാർക്ക് ചെയ്തത് നമുക്ക് എക്സാമിന് വേണ്ടി നിങ്ങൾ എന്തായാലും കാണാതെ പഠിക്കേണ്ട വേണം. അപ്പൊ അത് പഠിക്കുമ്പോൾ ബാക്കിയുള്ളത് പഠിക്കേണ്ടെന്നല്ല, ബാക്കിയുള്ളത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റെഫർ ചെയ്യണം. ഒരു 3-4 എണ്ണം ഇതൊക്കെ ഓരോ ദിവസം റെഫർ ചെയ്ത് കഴിഞ്ഞാൽ പഠിക്കാനുള്ളത് മാറ്റിയിട്ട് കേട്ടോ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ നമ്മൾ ഇതിന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും ഐ തിങ്ക് യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഈച്ച് ആൻഡ് എവറി വേർഡ്സ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വേർഡുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുമ്പോഴേക്കും ഏകദേശം സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, അല്ലാതെ നമുക്ക് ഇത് അയ്യോ ഒരു പിന്നെന്തിനാ തന്നെ ഞങ്ങൾക്ക് പഠിക്കാനുള്ളതല്ല, ഇത് പഠിക്കാനുള്ളത് തന്നെയാണ്. പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രീവിയസ് ആയിട്ടുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിരിക്കുന്ന രീതിയൊക്കെ നമ്മൾ കാണുമ്പോൾ അതിൽ നിന്ന് മാർക്ക് ചെയ്തിട്ടാണ് ഇതിപ്പോ എല്ലാ ക്ലാസ്സുകളിലും നമ്മളത് പഠിക്കാൻ ഇന്നത് തന്നെ എന്തായാലും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നത്. അതുകൂടാതെ നമ്മൾ ബാക്കിയുള്ളത് റെഫർ ചെയ്യണമെന്ന് തന്നെയാണ് വീണ്ടും പറയുന്നത്. ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ചുപേരെ എടുത്തു, ഒരു 65
പ്രിഫിക്സുകളും അതിന്റെ മീനിങ്സ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു. ഈ പറയുന്ന പ്രിഫിക്സ് ഉപയോഗിച്ചിട്ടുള്ള മെഡിക്കലിൽ ഉപയോഗിക്കുന്ന ചിലപ്പോൾ രോഗങ്ങളാകാം, ചിലപ്പോൾ മരുന്നുകളാകാം, അല്ലെ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നമ്മുടെ ഏതെങ്കിലും ഓർഗൻസിനെ ബാധിക്കുന്ന ഏതെങ്കിലും സിറ്റുവേഷൻസ് ആകാം. ഇതൊക്കെ ഇതിലേക്ക് എക്സാമ്പിൾ ഉണ്ട്. പക്ഷെ എക്സാമ്പിൾസിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് നിങ്ങൾ വേണമെങ്കിൽ പഠിക്കാം എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ ഇവിടെ ല്യൂക്ക് എന്ന് പറയുന്ന LEUK/O എന്ന് പറയുന്ന ആ ഒരു പ്രിഫിക്സ് ചേർത്തിട്ട് അതിന്റെ മീനിങ് എന്ന് പറയുന്നത് വൈറ്റ്, അതായത് ഒരു എന്താ പറയാ റിലേറ്റിംഗ് വിച്ച് ഈസ് എനിത്തിങ് വിച്ച് ഈസ് റിലേറ്റിംഗ് ടു വൈറ്റ്, വൈറ്റിനെ സംബന്ധിക്കുന്നതാണ്. അപ്പൊ ഇതിനൊരു ഉദാഹരണം നമുക്ക് പറയുന്നത് ല്യൂക്കോസൈറ്റ്സ് എന്ന് പറയുന്നത് WBC വൈറ്റ് ബ്ലഡ് സെൽസിനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു കാര്യം ഹോസ്പിറ്റൽസിൽ അവരുടെ കമ്മ്യൂണിക്കേഷൻസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് LEUK/O എന്ന് പറയുന്ന പ്രിഫിക്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതുപോലെയാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് ഓരോന്നിനും എന്താ പറയാ എക്സാമ്പിൾസ് ഉണ്ട്. ഈ പറയുന്ന പ്രിഫിക്സ് ഉപയോഗിച്ചുള്ള എക്സാമ്പിൾസ് എല്ലാത്തിലും ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യാമെന്ന് മാത്രം. അത് നിങ്ങൾ സെർച്ച് ചെയ്തതിന് ഇഷ്ടം പോലെ കിട്ടും. പക്ഷെ അത് സെർച്ച് ചെയ്തെടുത്ത് അത് എക്സാമ്പിൾസ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു. എക്സാമ്പിൾ പറയുമ്പോൾ അതിന്റെ മീനിങ് എന്താണ്, അതല്ലെങ്കിൽ ഏത് രോഗമാണ്, അല്ലെങ്കിൽ ആ രോഗത്തിന് വേണ്ടിയിട്ടുള്ള ചികിത്സ എന്താണെന്നൊക്കെ നമുക്ക് വീണ്ടും നമുക്ക് അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്തൊക്കെ പോകേണ്ടി വരും. ഓക്കെ, അപ്പൊ അതിനും നമുക്ക് സമയമില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രിഫിക്സുകൾ, സഫിക്സുകൾ, റൂട്ട് വേർഡ്സ്, അതുപോലെ തന്നെ അബ്രിവിയേഷൻസ് ഇതൊക്കെയാണ് ജസ്റ്റ് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. കാരണം വി ആർ ഓൾസോ ഗോയിങ് ടു ബി എ പാർട്ട് ഓഫ് ഹോസ്പിറ്റൽസ്, അല്ലെ. ഹോസ്പിറ്റൽസിലെ ജോലി ചെയ്യാനായിട്ട്, ഹോസ്പിറ്റൽസിന്റെ ഭാഗമാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. എന്ന് വെച്ചിട്ട് ഡയറക്ട്ലി ഹോസ്പിറ്റൽസിൽ നടക്കുന്ന ശുശ്രൂഷകൾക്ക്, സേവനങ്ങൾക്ക്, അതുപോലെ തന്നെ എന്താ പറയുക രോഗങ്ങൾക്ക്, അതിനൊന്നും നമുക്ക് ഡയറക്ട്ലി ബന്ധമില്ല. പക്ഷെ ഇവിടെയൊക്കെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യണം, അല്ലെ. മാനേജ്മെന്റ് ഇസ് ദ ഇമ്പോർട്ടന്റ് തിങ് വി ഹാവ് ടു ഡു. നമ്മൾ ചെയ്യുന്നത് മാനേജ്മെന്റ് ആണ്. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും ഓവറോൾ മാനേജ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, അവിടുത്തെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യുക, സ്കെഡ്യൂൾ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ കയ്യിലിരിക്കുന്നത്. സോ അപ്പൊ അതിനു വേണ്ടിയിട്ട് ജസ്റ്റ് ചില കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ചാപ്റ്റർ പഠിക്കാനുള്ളത്. ഓക്കെ, നമ്മള് 65 വരെ പഠിച്ചു അല്ലെങ്കിൽ വായിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്തത് വായിച്ചാലോ? നിങ്ങൾ തന്നെ വായിച്ച് മനസ്സിലാക്കി പോവുക, അല്ലേ? 65 അല്ലേ? 66 തുടങ്ങിയല്ലേ നമുക്ക് എടുക്കേണ്ടത് മെഡിക്കൽ ടേംസിലെ പ്രിഫിക്സുകള്. എല്ലാവരും അവിടേക്ക് എത്തിയോ എന്നറിയാൻ കൂടി വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. 3 pages ആണ് പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളതാണ് നമ്മൾ പറയുന്നത്. അടുത്തത് ലിത്ത്, LITH/O റിലേറ്റിംഗ് ടു എ സ്റ്റോൺ. സ്റ്റോണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ലിത്തോസ്ഫിയർ, അല്ലെ, സ്ട്രാറ്റോസ്ഫിയർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ലിത്തോസ് അതായത് മണ്ണിന്റെ എന്താ പറയാ നമ്മുടെ എർത്തിന്റെ കുറെ എന്താ പറയാ ലേയേഴ്സ് ആണ്, അല്ലെ. അതിനകത്ത് തന്നെയാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പൊ ലിത്ത്/O എന്ന് പറയുന്നത് റിലേറ്റിംഗ് ടു സ്റ്റോൺ ആണ്. മാക്രോ എന്നുള്ള വേർഡിന്റെ മീനിങ് ലാർജ്, അതുപോലെ തന്നെ ഹ്യൂജ് എന്നൊക്കെയാണ്. ഹ്യൂജ് ആണ്. സ്പെല്ലിംഗ് ഒന്നും നമ്മൾ തിരുത്തിയേക്കാം. നിങ്ങളുടെ കയ്യിൽ തിരുത്തിയിട്ടുള്ള നോട്ട് ആണെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതിൽ ഒരു ചെറിയ സ്പെല്ലിംഗ് മാറി കിടക്കുന്നുണ്ട്. HUGE ഹ്യൂജ്, ലാർജ് എന്നൊക്കെ അർത്ഥം വരുന്നത്, ലോങ് എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു വേർഡാണ് മാക്രോ, അല്ലെ. മാക്രോ എന്ന് പറഞ്ഞാൽ അറിയാലോ, മാക്രോ ഇക്കണോമിക്സ്. മൈക്രോ മീൻസ് ടൈനി, സ്മോൾ എന്നൊക്കെയാണ് അർത്ഥം. മാക്രോ എന്ന് പറയുമ്പോൾ ലാർജ്. ഹ്യൂജ് എന്നാണ് HUGE. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെയാണോ കിടക്കുന്നത്? മാക്രോ മോളിക്യൂൾസ്, മാക്രോ ഇക്കണോമിക്സ്, മാക്രോ സ്റ്റഡി ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഹ്യൂജ് ആണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് ആണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. ഇവിടെ കിടക്കുന്നത് ഒന്ന് തിരിച്ചത് മാത്രം. ഓക്കെ, അടുത്തത് അൺയൂഷ്വൽ എന്ന് പറയുന്നതാണ്. മാൽ പ്രാക്ടീസ്, അല്ലെ. കറക്റ്റ് അല്ല, അപ്പൊ ഒന്ന് തിരുത്തിയേക്കണേ. HU ആക്കണം, ഒന്ന് കറക്റ്റ് ചെയ്യാം. ഓക്കെ, മാൽ മീൻസ് മാൽ പ്രാക്ടീസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അതൊക്കെ ഉദാഹരണമാണ്. അതായത് എന്താ പറയാ മാൽ അഡിക്ഷൻ, അതായത് എന്തെങ്കിലും മോശമായ കാര്യങ്ങളിൽ അഡിക്റ്റഡ് ആകുക, അതന്നെ, അതൊക്കെയാണ് ബാഡ് അല്ലെങ്കിൽ അൺയൂഷ്വൽ എന്നാണ് ഇതിന്റെ മീനിങ് വരാം. അടുത്തത് മീഡിയം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, മീഡിയം, MEDI. അത് നമ്മൾ അർത്ഥം വരുന്നത് മിഡിൽ എന്നാണ്. മിഡിൽ, മെഡിസിന്റെ അല്ല, മിഡിൽ, മീഡിയം എന്നുള്ള ആ വേർഡ് ചുരുക്കിയിട്ടാണ് പ്രിഫിക്സ് ചേർക്കാൻ വേണ്ടിയിട്ട് MEDI എന്ന് പറയുമ്പോൾ അത് മിഡിൽ എന്ന് പറയുന്ന വാക്കിനെയാണ് സൂചിപ്പിക്കാം. മെഗായും അതുപോലെ തന്നെ മാക്രോ, ഹ്യൂജ് തന്നെയാണ് അതിന്റെ മീനിങ്. ഹ്യൂജ്, മെഗാ എന്ന് കേട്ടിട്ടുള്ള മെഗാ ഷോ, അല്ലാതെ വലിയ ഷോ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ മെഗാ മീൻസ് ഹ്യൂജ് എന്ന് തന്നെയാണ് അർത്ഥം. നെക്സ്റ്റ് വൺ മെലാൻ എന്ന് പറയുമ്പോൾ എന്താണ്? MELAN. അതൊരു റിലേറ്റഡ് ടു എ കളറാണ്, അല്ലെ.
melanin, which gives the black color to our hair. നമ്മുടെ കളർ എന്താ പറയുക, ഹെയറിന്റെ ബ്ലാക്ക് കളർ കൊടുക്കുന്നത്, സ്കിന്നിന് അതിന്റെ കളർ മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഓരോന്നിനും കളേഴ്സ് ഉണ്ട്. അപ്പൊ കളേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടും ഓരോ വേർഡുകൾ പ്രിഫിക്സുകളൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നമുക്ക് നമ്മുടെ മുടിക്ക് കളർ ബ്ലാക്ക് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഒരു ഇതാണ് മെലാൻ എന്ന് പറയുന്നത്, മെലാനിൻ എന്ന് പറയുന്ന ഒരു വസ്തുവാണ്. ഓക്കെ, അടുത്ത MENING/O ആണ് മെനിഞ്ചസ് അല്ലെങ്കിൽ മെംബ്രെയിൻ, റിലേറ്റിംഗ് ടു മെംബ്രെയിൻ മെനിഞ്ചസ്, മെംബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന പ്രിഫിക്സ് ആണ് MENING/O. മൈക്രോ ഞാൻ നേരത്തെ പറഞ്ഞു, മാക്രോന്റെ ഓപ്പോസിറ്റ് ആണ് മൈക്രോ, ദാറ്റ് ഈസ് ടൈനി അല്ലെങ്കിൽ സ്മോൾ എന്നൊക്കെ അർത്ഥം വരുന്ന വേർഡാണ് മൈക്രോ. മൈക്രോ എക്കണോമിക്സ് കൊണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ, എന്നൊരു ഉദാഹരണം. മൈക്രോ എന്ന് പറയുന്ന പ്രിഫിക്സ് ചേർത്ത് മൈക്രോസ്കോപ്സ് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് അല്ലെ, അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യമാണ്. മെഡിക്കൽ ഫീൽഡിൽ അത് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു വേർഡ് നമുക്ക് അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. വേണമെന്നില്ല, നമുക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം. മോണോ ആക്ട് കേട്ടുണ്ടല്ലോ. മോണോ ഇവിടെ മെഡിക്കലില് സിംഗിൾ എന്ന് പറയുന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അതിന്റെ മീനിങ് സിംഗിൾ എന്ന് തന്നെയാണ്. മോണോ, സിംഗിൾ. അടുത്ത MYEL മെയിൽ എന്ന് പറയുന്നത് സ്പൈനൽ കോഡുമായിട്ട് അല്ലെങ്കിൽ സ്പൈനൽ കോഡ്, ബോൺ നാരോ ഒക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. റിലേറ്റിംഗ് ടു സ്പൈനൽ കോഡുമായി ബന്ധപ്പെട്ടതാ. സ്പൈനൽ കോഡിൽ ബോൺ നാരോ, അതായത് നമ്മളുടെ ഈ എല്ലുകൾക്ക് കസ്തികൾക്കൊക്കെ നാരോനെസ് സംഭവിക്കുക, അതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വേർഡ് അല്ലെങ്കിൽ പ്രിഫിക്സ് ആണ്. മയോ MY/O റിലേറ്റിംഗ് ടു മസിൽസ്, മസിലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വേർഡ് ആണ് അല്ലെങ്കിൽ പ്രിഫിക്സ് ആണ് MY/O എന്ന് പറയുന്നത്. MY/O. അടുത്തത് നെയ്സ്, NAS/O, നെയ്സൽ എന്ന് കേട്ടിട്ടുണ്ടല്ലോ. നെയ്സൽ പാസേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയാ, നമ്മൾ ബ്രീത്തിങ് ഒക്കെ ഇൻടേക്ക് ചെയ്യുന്ന സമയത്ത് അത് കടന്നു പോകുന്ന നമ്മുടെ എയർ കടന്നു പോകുന്ന ആ ഒരു പാസേജ് ഉണ്ട്, ഒരു നെയ്സൽ പാസേജ് എന്ന് വിളിക്കാം. NAS/O റിലേറ്റിംഗ് ടു നോസ്, നമ്മുടെ നാസ എന്താ പറയാ നോസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അടുത്തത് NE/O, ന്യൂ എന്നാണ്. നിയോ എന്നൊക്കെ നമ്മൾ ഷോർട്ട് ആയിട്ട് പറയില്ലേ, അതിന് ന്യൂ എന്നാണ് മീനിങ്, പുതിയത്, ന്യൂ. NEPHR/O നെഫ്രോളജി വിഭാഗം ഇതിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ പഠിച്ചല്ലോ. നെഫ്രോളജി, the study of kidney and kidney related ആയിട്ടുള്ള പ്രോബ്ലംസിനൊക്കെ വേണ്ടിയിട്ട് അല്ലെ, റിനൽ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ ബന്ധപ്പെടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് നെഫ്രോളജി. നെഫ്രോ എന്ന് പറയുന്ന അല്ലെങ്കിൽ NEPHR/O എന്ന് പറയുന്നത് കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എക്സ്പ്ലനേഷൻസ് കൊടുക്കണമെങ്കിൽ ഷോർട്ട് ഫോംസ് ആയിട്ട് അവരൊക്കെ ഉപയോഗിക്കുന്ന പ്രിഫിക്സ് ആണ് NEPHR. അടുത്തത് ന്യൂറോ, NEU. ന്യൂറോയുടെ സ്പെല്ലിംഗിലൊക്കെ വ്യത്യാസം ഉണ്ടാ? ന്യൂറോ എന്ന് പറയുന്ന സ്പെല്ലിംഗില് NURO/O ആണ്, റിലേറ്റിംഗ് ടു നെർവ് സിസ്റ്റം. നമ്മുടെ ഹ്യൂമൻ നെർവസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂറോളജി, ഹ്യൂമൻ നെർവസ് സിസ്റ്റത്തെ കുറിച്ചുള്ള പഠനം, അതിനുവേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ന്യൂറോളജി എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഷോർട്ട് ഫോം അല്ലെങ്കിൽ അതിന്റെ പ്രിഫിക്സ് ആണ് എന്താ പറയാ NEUR/O. അടുത്ത നോക്ട്, NOCT, നോക്ട് എന്ന് പറയുന്നത് നൈറ്റ് എന്നതിനെ സൂചിപ്പിക്കുന്നു. നൈറ്റ്, നോക്ട് ആണ് നൈറ്റ്. Then OLIG, ടൈനി, ലാക്കിംഗ്, ഡെഫിഷ്യന്റ്, അതായത് കുറവ് ഉള്ളത് അല്ലെങ്കിൽ ഇൻസഫിഷ്യന്റ് ആയിട്ടുള്ളത്, ആവശ്യത്തിന് ഇല്ലാത്തത് എന്നൊക്കെ അർത്ഥം വരുന്നതാണ് OLIG/O എന്ന് പറയുന്ന ഒരു പ്രിഫിക്സ്. അടുത്തത് OOPHOR, അതും നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ അല്ലെ, NEPHR എന്നതിന്റെ NEUR എന്നുള്ളതിന്റെ നെർവസ് സിസ്റ്റത്തിനെ റിലേറ്റ് ചെയ്യുന്ന മറ്റൊരു പ്രിഫിക്സ് കൂടി കൊടുത്തിട്ടുണ്ട്, OOPHOR/O എന്ന് പറയുന്നത്. ഓക്കെ, ഒഫ്താൽമോളജി അല്ലെ, OPHTHALM, ഒഫ്താൽമോളജി എന്ന് പറയുന്നത് റിലേറ്റിംഗ് ടു ഐ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. ഒഫ്താൽമോളജി ഒക്കെ അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വേർഡ് ആണ്, എങ്ങനെ പ്രിഫിക്സ് ചേർത്തിട്ടാണ്. ഓക്കെ, ORCHID റിലേറ്റിംഗ് ടു ടെസ്റ്റിക്കിൾസ് ആണ്. ടെസ്റ്റിക്കിൾസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളുടെ എന്താ പറയാ ORCHID. ഓക്കെ, ORCH ആണ് OCRCHI എന്ന് പറയുന്നത് റിലേറ്റിംഗ് ടു ടെസ്റ്റിക്കിൾസ്. അത് 2-3 ടെസ്റ്റിക്കിൾസ് തന്നെ വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ ORO റിലേറ്റിംഗ് ടു ടെസ്റ്റിക്കിൾസ് റിലേറ്റഡ് ആയിട്ടുള്ളത് തന്നെയാണ്. അതും
ഓർത്തോ എന്ന് പറയുന്നത് എന്താണ്? ഡയറക്റ്റ് അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ളത് ഓർത്തോ എന്ന് പറയുന്നത്. OSTE ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്ന ഒരു വേർഡ് നമ്മൾ ഡിപ്പാർട്ട്മെന്റുകൾ പഠിച്ചപ്പോൾ ഓർത്തോ ഡിപ്പാർട്ട്മെന്റിൽ പഠിച്ചതാണ് അല്ലെ? റിലേറ്റിംഗ് ടു ബോൺ. OSTE/O റിലേറ്റിംഗ് ടു ബോൺ. Then OT റിലേറ്റിംഗ് ടു ഇയർ ആണ്. ഇയർ സംബന്ധമായിട്ടുള്ള നമ്മുടെ കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്താ പറയാ OT എന്ന് പറയുന്നത്, റിലേറ്റിംഗ് ടു ഇയർ. അപ്പൊ ഇത്രയും വേർഡ്സ് ആണ് ഈ ഒരു പേജിൽ നമുക്ക് എന്താ പറയാ പ്രിഫിക്സുകളായിട്ട് തന്നിരിക്കുന്നത്. ഇനി നമ്മൾക്ക് അതിനകത്ത് മാർക്ക് ചെയ്യേണ്ട വേർഡുകൾ നിങ്ങളൊന്ന് മാർക്ക് ചെയ്യാം. അതെ, നമുക്ക് അതിന്റെ എക്സാമ്പിൾസിന്റേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ അതിന്റെ മീനിങ് ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ്. ഇത് ഫുള്ള് നമുക്ക് കൈകാര്യം ചെയ്യേണ്ട വിഭാഗമല്ല എങ്കിലും ഇതൊക്കെ അവിടെ റെഫർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ കമ്മ്യൂണിക്കേഷന് വേണ്ടി അവർ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ അഡ്മിനിസ്ട്രേഷൻ വിഭാഗമാണ്, മാനേജ്മെന്റ് വിഭാഗം ആയതുകൊണ്ട് അപ്പൊ ചിലപ്പോഴൊക്കെ ഇങ്ങനെയുള്ള ചില പ്രിഫിക്സുകൾ ചേർത്തിട്ടുള്ള വേർഡുകളൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നമുക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് റെഫർ ചെയ്യാനായിട്ട് ഈ ഒരു കാര്യമുള്ളത്. ഓക്കെ, ഇനി ഒന്ന് മാർക്ക് ചെയ്യാം. ആദ്യത്തേത് മാക്രോ ഒന്ന് മാർക്ക് ചെയ്യാം. MACRO മാക്രോ മാർക്ക് ചെയ്യാം. അടുത്തത് മെഗാ, അത് രണ്ടും ഒരു മീനിങ് ആണ്. മെഗാ മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് വൺ 71ാമത്തെ മെലാൻ, MELAN ബ്ലാക്ക് എന്നതിന് മീനിങ് വരുന്ന മെലാൻ മാർക്ക് ചെയ്യാം. മൈക്രോ മാർക്ക് ചെയ്യാം. NEPHR 79ാമത്തെ 79th വൺ മാർക്ക് ചെയ്യാം. റിലേറ്റിംഗ് ടു കിഡ്നി. അടുത്തത് ന്യൂറോ, അത് മാർക്ക് ചെയ്യാം. റിലേറ്റിംഗ് ടു നെർവ് സിസ്റ്റം. ഓക്കെ, മാർക്ക് ചെയ്യാം. ഒഫ്താൽ റിലേറ്റിംഗ് ടു ഐ മാർക്ക് ചെയ്യാം. ഓക്കെ, അത്രയുമാണ് ഈ ഒരു പേജിൽ നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത്. എത്ര മാർക്ക് ചെയ്തു? 7. ഓക്കെ, 7 മാർക്ക് ചെയ്തിരിക്കുന്നത്. മാർക്ക് ചെയ്യുന്നത് നിങ്ങളൊന്ന് കൂടുതൽ സമയം അതിനു വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടി തന്നെ പഠിച്ച് തന്നെ എടുക്കുക കേട്ടോ. ഓക്കെ, ഒന്നുകൂടി പറയണോ ഏതൊക്കെയാണ് മാർക്ക് ചെയ്യട്ടെ? ഇല്ല, ഞാൻ നമ്പർ പറയാം. നിങ്ങളുടെ നമ്പർ ഇട്ടിട്ടില്ലേ? ഓരോ ടേബിളിനകത്ത് നമ്പർ ഉണ്ടല്ലോ. ഓക്കെ, നമ്പർ പറയാം. 70 70ാമത്തെ, സോറി 67ാമത്തെ ആദ്യമുണ്ട്. 67, 70, 71, 73, 79, 80, 84. കിട്ടിയോ? യെസ്. അടുത്തത് അടുത്ത പേജിലുള്ളത് പാര 83 70 ഒന്ന് നോക്കട്ടെ കേട്ടോ, ഒന്ന് നോക്കട്ടെ പറയാം. ഓക്കെ, നെക്സ്റ്റ് പേജില് അടുത്തത് പാര ബിസൈഡ്. BESIDE ബിസൈഡ് മീൻസ് അടുത്ത് എന്നൊക്കെ അർത്ഥമുള്ളത് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രിഫിക്സ് ആണ് പാര. പാത്തോളജി എന്ന് പറയുന്ന വേർഡ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിൽ നിന്നാണ്. റിലേറ്റിംഗ് ടു ഡിസീസസ് ആണ് അല്ലെ, നമ്മളുടെ രോഗവുമായി ബന്ധപ്പെട്ടത് പാത്തോളജി, സ്റ്റഡി ഓഫ് പാത്തോളജി ആണ്, സോറി ഡിസീസ് ആണ്. PH/O. അടുത്ത PER പെർ, ത്രൂ എന്ന അർത്ഥം വരുന്ന ഒരു പ്രിഫിക്സ് ആണ്. പെരി, അറൗണ്ട് എന്നാണ് പെരി, PERI. PHAG ഫാഗ്, ഈസോഫാഗസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിന്റെ പ്രിഫിക്സ് ആയിട്ടൊക്കെ ചേർത്തൊക്കെ വേർഡുകൾ ഉണ്ടാക്കുന്നുണ്ട്. റിലേറ്റിംഗ് ടു ഈറ്റ്, കഴിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ഫാനിങ്, PHARYNG/O റിലേറ്റിംഗ് ടു ത്രോട്ട് അല്ലെങ്കിൽ ഫാരിങ്സ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ത്രോട്ട്, വിൻഡ് പൈപ്പ് ഒക്കെ അല്ലെ നമ്മുടെ, അതൊക്കെയാണ്. Then PHLEB റിലേറ്റിംഗ് ടു
വെയിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഫ്ലബോട്ടമിസ്റ്റ്, അതായത് ഈ വെയിൻസിലൊക്കെ എന്താ പറയാ നമ്മുടെ ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനെ കുറിച്ചൊക്കെ ചെയ്യുന്നത് ഒക്കെ ഫ്ലബോട്ടമിസ്റ്റ് എന്നറിയപ്പെടും. അപ്പൊ ആ വാക്ക് അങ്ങനെ ഉണ്ടാക്കുന്നതാണ്. PHELEB, ഫ്ലബ് എന്ന് പറയുന്നത് റിലേറ്റിംഗ് ടു വെയിൻ ആണ്. പിന്നത്തതില് ഇത് എന്താ പറയാ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോന്ന് നോക്കിയേക്കട്ടോ. നമ്മളുടെ ഇതിനകത്ത് അടുത്തത് ന്യൂമോണിയ എന്ന് പറയുന്ന വേർഡ് ഉണ്ടാക്കുന്ന പ്രിഫിക്സ് ആണ് വന്നേക്കണേ. PNEUM ആണ് കേട്ടാ. സ്പെല്ലിംഗ് ഒന്ന് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്തേക്കാം. PNEUM. P സൈലന്റ് ആണ്. ന്യൂമോണിയ എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടാകുന്ന ഒരു എന്താ പറയാ ഒരു വേർഡ്. എക്സാമ്പിൾ ഫോർ ആ ഒരു പ്രിഫിക്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേർഡ് PNEUM/O റിലേറ്റിംഗ് ടു ലങ്സ് അല്ലെങ്കിൽ റെസ്പിറേഷൻ, നമ്മളുടെ ശ്വാസോച്ഛ്വാസവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഒന്ന് തിരിച്ചേക്കണേ. PNEUM. അടുത്തത് പോളി, POLY, മൾട്ടി എന്നാണ് ഇതിന്റെ മീനിങ് വരെ. പോളിഗോൺസ് എന്ന് കേട്ടിട്ടില്ലേ? ഒരുപാട് സൈഡുകളുള്ള ഫിഗറുകളെയാണ് നമ്മൾ എന്താ പറയാ പോളിഗോൺസ് എന്ന് വിളിക്കുക അല്ലെ. അപ്പൊ അതൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. POLY എന്ന് പറയുന്ന പ്രഫിക്സ് ചേർന്നിട്ട്. പോസ്റ്റ് മീൻസ് ആഫ്റ്റർ, പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെ, ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുള്ളത്. ആഫ്റ്റർ അല്ലെങ്കിൽ ബിഹൈൻഡ് എന്ന് പറയുന്ന വേർഡുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രിഫിക്സ് ആണ്. പ്രീ മീൻസ് ബിഫോർ. പോസ്റ്റ് എന്ന് പറയുന്നത് ആഫ്റ്റർ ആണെങ്കിൽ പ്രീ എന്ന് പറയുന്നത് ബിഫോർ ആണ്. പ്രോ ബിഫോർ അല്ലെങ്കിൽ ഇൻ ഫ്രണ്ട് ഓഫ് എന്നൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിഫിക്സ് ആണ്. PROCT/O റിലേറ്റഡ് ടു റെക്ടം ആണ്. റെക്ടം അറിയാലോ അല്ലെ, നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മളുടെ എന്താ പറയാ ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ റെക്ടം കേട്ടിട്ടുണ്ട്. ലാർജ് ഇൻഡസ്ട്രിയൽ, സ്മോൾ ഇൻഡസ്ട്രിയൽ ഒക്കെ പറഞ്ഞിരുന്നു അല്ലെ. ഓക്കെ, അടുത്തത് എന്താ? സ്യൂഡ്, PSEUD/O, സ്യൂഡോ സയൻസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ. സ്യൂഡോ സയൻസ് എന്ന് പറയുന്നത് എന്താ? ഫേക്ക് ആണ്. ഫേക്ക്. അവിടെ T ആണ് കിടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ നോട്ടിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്റെ നോട്ടിൽ ഇവിടെ Fന് പകരം T ആണ് കിടക്കുന്നത്. ഒന്ന് തിരുത്തണം കേട്ടോ. ഫേക്ക്. സ്യൂഡോ സയൻസ് പറഞ്ഞാൽ ഫേക്ക് ആയിട്ടുള്ള സയൻസ്. അപ്പൊ ഫേക്കിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ്. ഓക്കെ, T ആണോ? അപ്പൊ T ഒന്ന് തിരുത്തണേ. T തിരുത്തി F ആക്കാം. സൈക്കോ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഫേക്ക് എന്നാണ്. ഫേക്ക് ആണ്. FAKE ആണ് കേട്ടോ. ടേക്ക് അല്ല. സ്യൂഡോ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസിന് എതിരായിട്ടുള്ളത്, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ളത്, ശാസ്ത്രത്തിന് വിരുദ്ധമായിട്ടുള്ളത്. സൈക്കോ, PSYCHO, സൈക്കോ എന്ന് /O ഉണ്ടെങ്കിൽ റിലേറ്റിംഗ് ടു മൈൻഡിനെ കുറിച്ചിട്ടുള്ള, മൈൻഡിലൊക്കെ വ്യത്യാസം പോലില്ലേ, വ്യതിയാനങ്ങൾ. സൈക്കോ എന്ന് പറയുന്ന ഒരു വേർഡ് അങ്ങനെ ഉണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ അതിന്റെ പ്രിഫിക്സ്. PUL, പൾമനോളജി റിലേറ്റിംഗ് ടു ലങ്സ് ആണ്. പൾമനോളജി റിലേറ്റിംഗ് ടു ലങ്സ്. PUR റിലേറ്റിംഗ് ടു പൾസ്. ഓക്കെ, പൾമനറി എഡീമ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ പൾം എന്ന് പറയുന്ന വേർഡ് ലങ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിന്റെ ഒരു പ്രിഫിക്സ്. PUR റിലേറ്റിംഗ് ടു പസ് ആണ്. PYEA എന്ന് പറയുന്നത് റിലേറ്റിംഗ് ടു കിഡ്നി. പെൽവിസ് എന്ന് പറയുന്ന നമുക്ക് കേട്ടിട്ടുണ്ട് അല്ലെ, കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗ്ലാൻഡുകളും മറ്റൊക്കെയാണ്. PY അതും അതുപോലെ തന്നെ PUR രണ്ടും റിലേറ്റിംഗ് ടു പസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ മീനിങ്. പിന്നെ ക്വാർട്ട് ഇതൊക്കെ ഫോർ എന്ന് പറയുന്നതിനെ സൂചിപ്പിക്കുന്നതാണ്. ക്വാർട്ടർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിന്റെ ഷോർട്ട് ഫോം ആയിട്ട്. ക്വാഡ്രി എന്ന് പറയുന്നതും ഫോറിന് ക്വാഡ്രിലാറ്റർ, 4 വശങ്ങളുള്ളത്. അതുപോലെ ക്വാർട്ടർ എന്ന് പറയുന്നത് 1/4 എന്നൊക്കെ പറയില്ലേ, അപ്പൊ 4 റിലേറ്റഡ് ആയിട്ടുള്ളതിനെ സൂചിപ്പിക്കാനായിട്ട് ആ 3 രീതിയിലും പ്രിഫിക്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. QUADR/I ക്വാഡ്രി എന്നുള്ളത്, QUAR ആകാം, QAT എന്നുള്ളത്. ഓക്കെ, RETR/O ബാക്ക്വേർഡ് ഓർ ബിഹൈൻഡിനെ സൂചിപ്പിക്കാനാണ്. ബാക്ക്വേർഡ് പിറകിലേക്ക് അല്ലെങ്കിൽ ബിഹൈൻഡിലേക്ക്. അടുത്ത RHIL/O റിലേറ്റിംഗ് ടു നോസ് ആണ്. സ്ലീപ്പിംഗ് അത് റിലേറ്റിംഗ് ടു എ ട്യൂബ് ആണ്. സ്ലീപ്പിംഗ് SLEEPING/O റിലേറ്റിംഗ് ടു എ ട്യൂബ്. ട്യൂബുമായി ബന്ധപ്പെട്ട എന്തോ മീനിങ് വരുന്ന ഒരു പ്രിഫിക്സ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും മാർക്ക് ചെയ്യാം. നിങ്ങള് നമ്പറും അതുപോലെ തന്നെ വേർഡ് ഞാൻ പറയാം. ഒന്നാമത്തേത് 92 പാത്ത്, PATH/O പാത്തോളജി റിലേറ്റിംഗ് ടു ഡിസീസുമായിട്ട് ബന്ധപ്പെട്ടത്. PATH/O.
അടുത്തത് PERI around, പെരികാർഡിയം ഒക്കെ അതിന് ഉദാഹരണമാണ്. ഉദാഹരണം നമുക്ക് ആവശ്യമില്ല. PERI around എന്നാണ് മീനിങ്. അടുത്തത് PHLEB ഫ്ലബ്, റിലേറ്റിംഗ് ടു വെയിൻ. ഫ്ലബോട്ടമിസ്റ്റ് ഒക്കെ അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഫ്ലബോട്ടമിസ്റ്റ് ബ്ലഡ് ഒക്കെ എടുക്കുക, വെയിനിൽ കൂടെയൊക്കെ ബ്ലഡ് ഒക്കെ എടുത്ത് ടെസ്റ്റ് ചെയ്യുന്ന അവരെ വിളിക്കുന്ന പേരാണ് ഫ്ലബോട്ടമിസ്റ്റ്. അപ്പൊ PHLEB റിലേറ്റഡ് ടു വെയിൻ. ഓക്കെ. അടുത്തത് PNEUM ന്യൂമോണിയ എന്ന അതിന്റെ ഉദാഹരണമാണ്. റിലേറ്റിംഗ് ടു ലങ്സ്, അത് ഇമ്പോർട്ടന്റ് ആണ്, അതൊന്ന് അടയാളപ്പെടുത്തണം. 98ാമത്തെ 98th വൺ. നെക്സ്റ്റ് സ്യൂഡോ ഫേക്ക് എന്നുള്ളത് 104 104ാമത്തെ 104. അടുത്തത് 105 സൈക്കോ. നെക്സ്റ്റ് 106 PULM/O. അടുത്തത് RHIN റിലേറ്റിംഗ് ടു നോസ്. റിനോസ്കോപ്പ് ഒക്കെ ഒരു എന്താ പറയാ, നമ്മുടെ നോസിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടേ ഉപയോഗിക്കുന്ന ഒരു എന്താ പറയാ എക്യുപ്മെന്റ് ആണ് റിനോസ്കോപ്പ്. അതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ആ ഒരു പ്രിഫിക്സിൽ നിന്നാണ്. RHIN. അതുകൊണ്ട് ഓക്കെ. നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. നിങ്ങള് ഇപ്പൊ എത്രണ്ണം പറയാൻ ഈ പേജില് എത്ര ഉണ്ട്? 8 എണ്ണം. എല്ലാവർക്കും 8 എണ്ണം കിട്ടിയെന്ന് നോക്ക്. 8 എണ്ണം. ഒന്നുകൂടി പറയാം, നമ്പർ പറയാം. 92, 92, 94, 97, 98, 104, 105, 106, 106, 114, 140. കിട്ടിയോ? 8 എണ്ണം. ഒന്ന് വേഗം വായിച്ചു നോക്കിയേ. 8 എണ്ണം. വായിച്ചോ? അല്ലേ? PHOR.
ഒരു ചെറിയ കറക്ഷൻ ഉണ്ട് കേട്ടോ. 83-ല് നിങ്ങളെ നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന OOPHOR ഓക്കെ, അത് റിലേറ്റിംഗ് ടു ഓവറീസ് ആണ്. ഓവറീസ് ആണ് 83. ആ നമ്പർ ഒന്ന് കറക്റ്റ് ചെയ്യാമോ ടെക്സ്റ്റ് ബുക്കില്? റിലേറ്റിംഗ് ടു ഓവറീസ് എന്നൊന്ന് കറക്റ്റ് ചെയ്യണേ. ഒന്ന് കറക്റ്റ് ചെയ്തേക്കാം. ഓക്കെ, അടുത്തത് പറയട്ടെ, വായിച്ചു നോക്കിയല്ലോ. PULM ആണ് പൾമനോളജി. അപ്പൊ PLUM അല്ല, PULM. ഓക്കെ, അടുത്തതിലും ആ ഒരു 116-ാമത്തെ S ആണ് കേട്ടോ. ആദ്യത്തെ ലെറ്റർ S ആണ്. സ്ക്ലീറ, SCLER/O, സോറി, SCLERO/O എന്നത് സ്ക്ലീറ, ഹാർഡ് റിലേറ്റിംഗ് ടു സ്ക്ലീറ എന്നാണ് കേട്ടോ. അതായത് നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങനെ ഹാർഡൻ ആകുന്ന ഒരു അവസ്ഥ. ഇതിപ്പോ ചില ആളുകളുടെ തൊലിക്കൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കട്ടി വരിക, ചില ഏതെങ്കിലും ഒരു എന്താ പറയാ കാലിലോ കയ്യിലോ അങ്ങനെ ചില ഭാഗങ്ങളിൽ കട്ടി കൂടി വരിക, തൊലിക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഹാർഡിങ് ഓഫ് സ്കിൻ. ആ ഒരു സാധനമാണ് സ്ക്ലീറ എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. S എന്നാക്കണം, D അല്ല. അതൊന്ന് മാറ്റി എഴുതാം. 116-ാമത്തെ ഇറ്റ് ഈസ് സ്റ്റാർട്ടിംഗ് വിത്ത് ലെറ്റർ L ആണ്. D മാറ്റി അവിടെ S ആക്കുക. സ്ക്ലീറ റിലേറ്റിംഗ് ടു സ്ക്ലീറ, ദാറ്റ് മീൻസ് ഹാർഡ്. അത് എന്താ പറയാ, നമ്മുടെ സ്കിൻ ഹാർഡിങ് ചെയ്യുന്ന ഒരു അവസ്ഥ. സെമി സർക്കിൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഹാഫ് അല്ലെങ്കിൽ പാർഷ്യൽ, ഭാഗികമായത്, പകുതി എന്നൊക്കെ അർത്ഥം വരുന്ന സെമി. SUB അണ്ടർ, സംവാൺ, സബ് സബ്സ്റ്റൻസ് എന്നൊക്കെ നമ്മൾ കേട്ടില്ല. സബ് സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതായത് തരം താഴ്ന്ന എന്നൊക്കെ വരുന്ന ഒരർത്ഥം വരുന്നതാണ്. അണ്ടർ അല്ലെങ്കിൽ സംവാട്ട് അതിനെ സൂചിപ്പിക്കാനാണ് ഈ ഒരു മെഡിക്കൽ ടേം അവർ ഉപയോഗിക്കുക. സൂപ്പർ എന്ന് പറഞ്ഞാൽ എന്താ? നോർമലിനേക്കാൾ അധികമായിട്ടുള്ളത് അല്ലെ, അബൌട്ട് ദ നോർമൽ. അപ്പൊ മോർ ദാൻ നോർമൽ, അബാൻഡൻഡ് അല്ലെങ്കിൽ അബൌട്ട് എന്നൊക്കെ നമുക്ക് ഉപയോഗിക്കാം. സുപ്ര എന്ന് പറയുന്നത് അബൌട്ട് തന്നെയാണ്. സുപ്ര. ദെൻ ടാക്കി, DACHY, സ്പീഡി എന്നാണ് അതിന്റെ മീനിങ് വരിക. TACHY. ടെമ്പറേച്ചറുമായിട്ട് ടെക്കികാർഡിയ. ദെൻ ടെമ്പറേച്ചറുമായിട്ട് ബന്ധപ്പെട്ട തെർമോമീറ്റർ, അത് മെഷർ ചെയ്യാനുള്ള ഒരു എക്യുപ്മെന്റ് ആണ്. അപ്പൊ തെർമോമീറ്റർ THERM, റിലേറ്റിംഗ് ടു ടെമ്പറേച്ചർ, ഊഷ്മാവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. തൊറാക്, THORAC, റിലേറ്റിംഗ് ടു ചെസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രിഫിക്സ് ആണ്. TRALS, ടു ദ അതർ സൈഡ് അല്ലെ, ട്രാൻസ്ഫർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ട്രാൻസ്പാരന്റ്, അപ്പുറത്തേക്ക് എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു രീതിയിലാണ് TRALS, ടു ദ അതർ സൈഡ് എന്നാണ് അതിന്റെ മീനിങ്. TRI, ട്രൈ കളർ, ട്രിഗോണമെട്രി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ, ത്രികോണവുമായിട്ട്. അപ്പൊ 3 sides അല്ലെങ്കിൽ 3 എന്നർത്ഥം വരുന്നതാണ് TRI. UNI, യൂണി മീൻസ് യൂണിക്, 1 എന്നാണ് അർത്ഥം അല്ലെ, 1 എന്നർത്ഥം വരുന്നതാണ്. VAS/O, വെസൽ ആണ്. VAS/O, വെസൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രിഫിക്സ് ആണ്. യൂണിസെല്ലുലാർ ഒക്കെ അങ്ങനെ ഉണ്ടാകുന്നതാണ്, യൂണീക്ക് എന്നാണ്. ഓക്കെ, അപ്പൊ ഒന്ന് മാർക്ക് ചെയ്യാം. വീണ്ടും പ്രിഫിക്സുകൾ ഏകദേശം അവസാനിച്ചു. ഇപ്പൊ പ്രിഫിക്സിൽ ഈ പേജിൽ അല്ലെങ്കിൽ ഈ ഒരു 127 പ്രിഫിക്സുകൾ ഉണ്ട്. അതിൽ ഈ പേജിലുള്ള പ്രിഫിക്സ് കൂടി ഒന്ന് മാർക്ക് ചെയ്യാം. SEMI 117-ാമത്തത്. ദെൻ 122 THERM. നെക്സ്റ്റ് വൺ TRI, ട്രൈ, 125-ാമത്തെ. ആൻഡ് 126 UNI, യൂണി. ദാറ്റ് മീൻസ് 4 എണ്ണമാണ് നമുക്ക് ഈ പേജിൽ മാർക്ക് ചെയ്യാനുള്ളത്. ഈ പേജിലെ പ്രിഫിക്സിനകത്ത് മാർക്ക് ചെയ്യാനുള്ളത് 117, 122, 125 ആൻഡ് 126. ഓക്കെ, ജസ്റ്റ് ഒന്ന് വേഗം വായിച്ചു നോക്കിയേ.
അപ്പൊ നിങ്ങൾ തന്നെ നോക്കി വായിച്ച് പഠിക്കാവുന്നതാണ്. ഓക്കെ ഇപ്പൊ പ്രിഫിക്സുകൾ മാത്രം മൊത്തം 42 42 മാർക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. കറക്റ്റ് ആണോ എന്ന് എല്ലാവരും ഒന്ന് നോക്കിയത്. 42 പ്രിഫിക്സ് മാത്രം നമ്മൾ ഈ 127 127 42 ഞാനിപ്പോ പഠിക്കാൻ വേണ്ടി നിങ്ങളോട് മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ യെസ്. പിന്നെ നമുക്ക് സഫിക്സിലേക്ക് പോയാലോ? ഇത് നിങ്ങൾ വായിച്ചാലും ഞങ്ങൾ വായിച്ചാലും ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെ. പക്ഷെ നിങ്ങൾ അത് പഠിക്കാൻ നമുക്ക് പരീക്ഷയ്ക്ക് എന്തായാലും മാർക്കൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് പറഞ്ഞത് കാണാതെ പഠിച്ചു വെക്കാം. ഓക്കെ ദെൻ ഇനി സഫിക്സുകളാണ്. കോമൺ ആയിട്ട് മെഡിക്കൽ ഫീൽഡില് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സെന്റേഴ്സിലൊക്കെ ഉപയോഗിക്കുന്ന കോമൺ ആയിട്ടുള്ള കുറച്ച് സഫിക്സുകളാണ്. എന്താണ് സഫിക്സ് നമ്മൾ പറഞ്ഞത്? പഠിച്ചിട്ടുണ്ടല്ലോ. എന്താ സഫിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ letters which is used or it is added to the end part of a word. ഒരു വേർഡിന്റെ എൻഡ് പാർട്ടിൽ അല്ലെ, ഒരു വേർഡ് അവസാനിക്കുന്ന ഭാഗത്ത് നമ്മൾ ചേർക്കുന്ന അക്ഷരങ്ങൾ അല്ലെങ്കിൽ അക്ഷരമൊക്കെ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സഫിക്സ് എന്ന് വിളിക്കാം. അപ്പൊ നമുക്ക് ഏതൊക്കെ സഫിക്സുകൾ നമുക്ക് പഠിക്കാനായിട്ട് തന്നേക്കണം നോക്കാം. അപ്പൊ വേർഡിന്റെ മുമ്പിൽ ഒരു, അതായത് ആ സഫിക്സിന്റെ മുമ്പിൽ ഒരു ഹൈഫൻ ഇട്ടുണ്ട് അല്ലെ, ഡാഷ് ഇട്ടുണ്ട്. മീൻസ് ഒരു ഫോളോസ് ബൈ എ വേർഡ്. ഈ സഫിക്സ് ഉണ്ടാകുന്നത് വേറൊരു വേർഡിന്റെ ഒരു ഫോളോയിങ് ആയിട്ടാണ്. അതുകൊണ്ടാണ് അതിന് മുമ്പിൽ ഒരു ഡാഷ് ഇട്ട് വെച്ചേക്കണം. മനസ്സിലായി? മറ്റേവിടെയൊക്കെ അപ്പുറത്താണ് ഡാഷ് ഇട്ടേക്കണം. വേർഡ് ആ ഒരു പ്രിഫിക്സ് കഴിഞ്ഞിട്ടാണ് ഡാഷ് ഇട്ടേക്കണം. അതായത് ആ പ്രിഫിക്സ് കഴിഞ്ഞൊപ്പം തന്നെ ഒരു വേർഡ് ചേർക്കാനുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അതുകൊണ്ടാണ് ആ ഡാഷ് എന്തുകൊണ്ട് അവിടെ ഉണ്ടെന്ന് വിചാരിക്കട്ടെ. അപ്പൊ ആദ്യത്തെ ALGIA റിലേറ്റിംഗ് ടു പെയിൻ, പെയിനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ALGIA എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആൽജിയ എന്ന് പറയുന്ന ഒരു സഫിക്സ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നു. ആസ്റ്റൻ ASTHEN ഫീബിൾനെസ് ആണ്. ഫീബിൾനെസ് എന്ന് പറയുന്ന വേർഡിനെ സൂചിപ്പിക്കാനാണ്. വീക്ക്നെസ്, അതായത് ഭയങ്കര വേറി ആയിട്ടുള്ള, മീൻസ് എന്താ പറയാ, ഭയങ്കര ക്ഷീണിതമായിട്ടുള്ള ശരീരം, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിലൊക്കെ അവർക്ക് കുറിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതുപോലെ ഉപയോഗിക്കാം. ഓക്കെ, ദെൻ ബ്ലാസ്റ്റ് ഇമ്മച്വർ സെൽ, അതിനുപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. BLAST എന്ന് പറയുന്ന സഫിക്സ് ഇമ്മച്വർ സെൽ ആണ്, മെച്യൂർഡ് ആകാത്തത്. CELE റിലേറ്റിംഗ് ടു ട്യൂമർ ഓർ സ്വെല്ലിംഗ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ട്യൂമർ എന്ന് പറയുന്നത് മുഴ, സ്വെല്ലിംഗ്, തടിപ്പ് എന്നൊക്കെ പറയുന്നത്. എല്ലാ ട്യൂമറുകളും എന്താ പറയാ, ക്യാൻസർ ഒന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ട്യൂമർ എന്ന് പറയുന്ന ആ ഒരു വേർഡിനെ റെപ്രസെന്റ് ചെയ്യാനാണ്, മീനിങ് ചെയ്യാനാണ് CELE എന്ന് പറയുന്ന സഫിക്സ് ഉപയോഗിക്കാം. CENTESIS related to a procedure which an organ or body cavity is punctured, often a drain surplus fluid or get a sample for analysis. അതായത് എന്താ പറയാ, എന്തെങ്കിലും അനാലിസിസിനൊക്കെ സാമ്പിളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് അല്ലെങ്കിൽ ബോഡിയുടെ ഏതെങ്കിലും ഓർഗനിൽ നിന്നൊക്കെ എടുക്കുന്ന ചില സാമ്പിൾസ്, അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ നടക്കുമ്പോൾ അതിനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് CENTESIS എന്ന് പറയുന്ന സഫിക്സ് ഉപയോഗിക്കുക. അപ്പൊ നിങ്ങളത് മുഴുവനായിട്ട് പഠിക്കണമെന്നില്ല, അതിന്റെ കുറച്ച് ഭാഗം അതിന്റെ കൃത്യമായിട്ട് വരുന്ന രീതിയിൽ പഠിച്ചാൽ മതി. മീനിങ്ഫുൾ ആകുന്ന രീതിയിൽ നിങ്ങൾ അതിനെ ചുരുക്കി ഉപയോഗിക്കാം കേട്ടോ. സൈറ്റ് CYTE സൈറ്റോളജി, സെല്ലിനെ കുറിച്ചിട്ടുള്ള പഠനം നമ്മൾ പഠിച്ചിട്ടുണ്ട്. CYTE സെല്ലാണ്. ECTOMY എക്ടോമി സർജിക്കൽ റിമൂവൽ ഓഫ് എന്നാണ്. സർജറിയിലൂടെ ഇങ്ങനെ റിമൂവ് ചെയ്ത് മാറ്റുന്ന ആ ഒരു പ്രൊസീജിയർ. അതൊക്കെ മിക്കതും ചിലതൊക്കെ പ്രൊസീജിയേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. ECTOMY സർജിക്കൽ റിമൂവൽ എന്ന മീനിങ് വരുന്ന അതാണ് വെസെക്ടോമി. Then EMIA relating to the presence of a substance in blood. ബ്ലഡിനകത്തുള്ള എന്തോ ഒരു സബ്സ്റ്റൻസിന്റെ പ്രസൻസ് ആണ് ഇത്. എന്താ പറയാ, നമ്മുടെ ലാക്ക് ഓഫ് അനീമിയ ഒക്കെ അതിന് ഉദാഹരണമാണ് അല്ലെ. അനീമിയ എന്ന് കണ്ടല്ലോ, എന്ന് വെച്ചാൽ ലാക്ക് ഓഫ് റെഡ് ബ്ലഡ് സെൽസ്, നമ്മുടെ ബോഡിക്കകത്തുള്ള ബ്ലഡിലെ റെഡ് ബ്ലഡ് സെൽസിന്റെ ഒരു അഭാവം അതുകൊണ്ടുണ്ടാകുന്നതാണല്ലോ. അപ്പൊ അതാണ് അനീമിയ. അങ്ങനെ ചേർക്കുന്ന ഒരു സഫിക്സ് ചേർത്തിട്ടുള്ള വേർഡാണ് റിലേറ്റിംഗ് ടു ദ പ്രസൻസ് ഓഫ് എ സബ്സ്റ്റൻസ് ഇൻ ദ ബ്ലഡ്. ഓക്കെ, അപ്പൊ അങ്ങനെ റെഡ് ബ്ലഡ് സെൽസ് കുറവാകുന്നത് മറ്റേതെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് ബ്ലഡിൽ. അപ്പൊ അതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സഫിക്സ് ആണ് EMIA എന്ന് പറയുന്ന സഫിക്സ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ആകെ 8 സഫിക്സുകൾ ആദ്യത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ഒന്നാമത്തേത് ALGIA റിലേറ്റിംഗ് ടു പെയിൻ, പെയിൻ ബന്ധമായിട്ടുള്ളത്. CELE റിലേറ്റിംഗ് ടു സ്വെല്ലിംഗ് ഓർ ട്യൂമർ. സൈറ്റ് CYTE സെൽ ആണ് മീനിങ്. EMIA ഇന്ത്യ എന്ന് പറയുന്നത് അതിന്റെ റിലേറ്റിംഗ് ടു ദ പ്രസൻസ് ഓഫ് എ സബ്സ്റ്റൻസ് ഇൻ ബ്ലഡ്.
അപ്പൊ ഇതിനകത്ത് ആദ്യം 4 എണ്ണമാണ് ഈ ഒരു 8 എണ്ണത്തിൽ പറഞ്ഞേക്കണേ കേട്ടോ. 8 എണ്ണത്തിൽ നമ്മൾ 4 എണ്ണം ആക്കിയിട്ടുണ്ട്. കൂടുതലും നമുക്ക് ഈ എക്സാംസിനൊക്കെ കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചേക്കുന്നത് എന്താ പറയാ, കുറച്ച് നമുക്ക് ഫെമിലിയർ ആയിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മളായാലും ചെന്ന് കഴിഞ്ഞാൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇന്നതാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതൊക്കെയാണ് കൂടുതൽ ചോദിച്ചേക്കണേ. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ നമ്മളുടെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ പഠിച്ചപ്പോ മറ്റ് ചാപ്റ്ററുകൾ പഠിക്കുമ്പോൾ അതിനകത്തൊക്കെ കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചില കാര്യങ്ങളാണ് നമുക്ക് കാണാതെ പഠിക്കാനുള്ളത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായോ? നമുക്ക് പഠിക്കാനുണ്ടായിരുന്ന മറ്റു ചാപ്റ്റേഴ്സുകളൊക്കെ ഉണ്ടല്ലോ, പഠിക്കാനുള്ള ചാപ്റ്ററുകൾ നിങ്ങൾക്ക് ക്ലാസ്സുകളിൽ എടുത്തുകൊണ്ടിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഏകദേശം ഒരു ചെറിയ എക്സ്പ്ലനേഷൻ വെച്ച് ഓരോ ഡിപ്പാർട്ട്മെന്റിന് നമ്മൾ പരിചയപ്പെട്ടിരുന്നു. അപ്പൊ അതിനകത്ത് റെഫർ ചെയ്ത് വന്നിരിക്കുന്ന ചില കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് അങ്ങനെയുള്ളതൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി, എക്സാംസിന് വേണ്ടി പഠിക്കാൻ നമ്മൾ മാർക്ക് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അത് പറഞ്ഞത്. അത് നിങ്ങൾ കാണാതെ തന്നെ പഠിക്കണം. മാർക്ക് ചെയ്തല്ലോ, എല്ലാവർക്കും കിട്ടിയില്ലേ? 1, 4, 6, 8. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ വേഗം. കഴിഞ്ഞോ? യെസ്. ഓക്കെ, അടുത്ത പേജിലേക്ക് നോക്കാം. വീണ്ടും അടുത്ത സഫിക്സ് ഏതാണ്? GENIC, ജെനിക്. റിസൾട്ടിങ് എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, റിസൾട്ടിങ് GENIC, ഫോട്ടോജെനിക് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? അതുപോലെ തന്നെ ഒരുപാട് ജെനിക് എന്ന് പറയുന്ന ഒരു സഫിക്സ് ഉപയോഗിച്ചിട്ട് മെഡിക്കൽ ഫീൽഡിൽ ഉപയോഗിക്കുന്ന ഒരുപാടുണ്ട്. കാർസിനോജെനിക് എന്ന് പറയുന്നത് ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാം. കാർസിനോജെനിക് എന്ന് പറയും, ക്യാൻസറിന്റേതുമായിട്ട് ബന്ധപ്പെട്ടത് എന്ന് സൂചിപ്പിക്കാനുള്ള ഒരു വേർഡാണ്. അതിന് എക്സാമ്പിൾ പറഞ്ഞത് മാത്രം നമുക്ക് പഠിക്കാനുള്ള. റിസൾട്ടിങ് എന്നാണ് ഇതിന്റെ മീനിങ്. ഗ്രാം, GRAM, അത് റെക്കോർഡ് എന്നാണ് അർത്ഥം. ഗ്രാഫ്, റെക്കോർഡ് ഓർ ഡിവൈസ്. അതായത് ഗ്രാം എന്ന് പറയുമ്പോൾ റെക്കോർഡ് ചെയ്യുക എന്നുള്ള ഒരു മീനിങ് ആണ്. ഗ്രാഫ്, റെക്കോർഡ് ഓർ ഡിവൈസ് യൂസ് ടു ക്രിയേറ്റ് ദ റെക്കോർഡ്. ആ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ്, അതാണ് കേട്ടോ. അതായത് അവിടെ ക്രിയേറ്റ് എന്നാണ് മീനിങ്. അതായത് നമ്മുടെ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാൻ, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് ഒരു റെക്കോർഡ് ഉണ്ടാക്കണം, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു എന്താ പറയാ ഡിവൈസ്, ഒരു ഉപകരണം. എക്കോകാർഡിയോഗ്രാഫ് അല്ലെ? അങ്ങനെയൊക്കെ നമുക്ക് പല എന്താ പറയാ മെഡിക്കൽ ഫീൽഡിൽ ഉപയോഗിക്കുന്ന പല ഡിവൈസുകളും അങ്ങനെയുണ്ട്. പലതും റെക്കോർഡ് ചെയ്യാനായിട്ട് എന്തെങ്കിലും കാര്യമൊക്കെ മെഷർ ചെയ്തിട്ട് അത് റെക്കോർഡ് ചെയ്ത് വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് GRAPH. അടുത്തത് ITIS, എന്താണ്? ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു വേർഡ് നമ്മൾ കേട്ടായിരുന്നല്ലോ. ഇൻഫ്ലമേഷൻ ഓഫ് ജോയിന്റ്സ് അല്ലെ? ജോയിന്റുകളുടെ അവിടെ നീര് അല്ലെങ്കിൽ എന്താ പറയാ സ്വെല്ലിംഗ് ഉണ്ടാകുക, ഇൻഫ്ലമേഷൻ, അതാണ്. അപ്പൊ സ്വെല്ലിംഗ്, അതാണ് അതിന്റെ മീനിങ് വരുന്നത്. ITIS. LYSIS എന്താണത്? പാരാലിസിസ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അത് ഡിക്ലൈൻ, ഡിസിൻറ്റഗ്രേഷൻ, ഡിസ്ട്രക്ഷൻ. ഇത് ഭയങ്കരമായിട്ട് തകരുക, തകർന്നു പോകുക, എന്താ പറയാ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റാത്തത്. അതിനൊക്കെ ഒരു മീനിങ് വരുന്ന ഒരു സഫിക്സ് ആണ് LYSIS എന്ന് പറയുന്നത്. MEGALY, മെഗാലി, എക്സ്പാൻഷൻ ഓഫ് എന്നാണ് മീനിങ്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പഠിക്കാനുള്ളത് കൂടുതൽ സ്ട്രെസ് ചെയ്ത് പറയേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ബയോളജി, സൈക്കോളജി, ബാക്ടീരിയോളജി, അല്ലെ ബയോളജി എന്നൊക്കെ പറയുന്നത് നമുക്ക് പലതിനെ കുറിച്ചുള്ള പഠനമാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ സയൻസ്. അപ്പൊ OLOGY എന്ന് പറയുന്നത് സയൻസ് ഓഫ്, ഇന്നശാസ്ത്രം അല്ലെ? ജീവശാസ്ത്രം, അങ്ങനെയൊക്കെ ഓരോ കോശങ്ങളെ കുറിച്ചുള്ള പഠനം അതിൻ്റെതായ ശാസ്ത്രങ്ങൾ. OMA, ട്യൂമർ എന്ന് പറയുന്നതിനെ സൂചിപ്പിക്കാനാണ് OMA. OSIS, റിലേറ്റിംഗ് ടു ഡിസീസ് ഓർ പ്രോസസ്. ഏതെങ്കിലും ഡിസീസിന്റെ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് OSIS എന്ന് പറയുന്നത്. ഓക്കെ, അത് എന്താ പറയാ SIS എന്ന് മാത്രം വേണമെങ്കിൽ ഉപയോഗിക്കുന്നതാണ് അവർ പറയുന്നത്. OSTOMY, സർജിക്കൽ ക്രിയേഷൻ ഓഫ് an opening or a hole. അതായത് എന്താ പറയാ ഏതെങ്കിലും സർജറി മൂലമുണ്ടാകുന്ന ഒരു ഓപ്പണിങ് അല്ലെങ്കിൽ ഒരു ഹോൾ, അതാണ് OSTOMY എന്ന് പറയുന്ന സഫിക്സ്.
OTOMY സർജിക്കൽ ഇൻസിഷൻ ആണ്. സർജിക്കൽ ഇൻസിഷൻ റോട്ടിക്ക് ഉള്ളിലേക്ക് കടത്തിയിട്ടുള്ളത്. PATHY PATHY ഡിസീസ് ഓർ എ സിസ്റ്റം ഫോർ ട്രീറ്റിംഗ് ഡിസീസ്, എന്തെങ്കിലും രോഗങ്ങളെ എന്താ പറയാ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം, അതാണ് PATHY എന്ന് പറയുന്നത്. അലോപ്പതി, പാത്തി അല്ലെ, അലോപ്പതി എന്താ പറയാ അങ്ങനെയൊക്കെ ചില വേർഡുകളുടെ കൂടെ ആ ഒരു രോഗത്തെ കുറിച്ചൊക്കെ എന്താ പറയാ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യില്ലേ, അതാണ് അലോപ്പതിയെ ഉദാഹരണമാണ് വേണമെങ്കിൽ നമുക്ക് ചേർക്കാവുന്നത്. PHAGIA ഫാഗിയ റിലേറ്റിംഗ് ടു ഈറ്റിംഗ് ഓർ swallowing, വിഴുങ്ങുക, കഴിക്കുക എന്നുള്ളതൊക്കെ മീനിങ് വരുന്നതാണ് ഫാഗിയ എന്ന് പറയുന്ന suffix. Fascia PHASIA റിലേറ്റിംഗ് ടു സ്പീച്ച്, സംസാരവുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന. ഫോബിയ ഇറ്റ്സ് എ ഫിയർ അല്ലെ, നമുക്കറിയാം ഒരു തരം ഫിയർ ആണ്, ഒരു തരം പേടി, ഇറാഷണൽ ആയിട്ടുള്ള ഒരു പേടി, അതാണ് ഫോബിയ. ഫോട്ടോഫോബിയ എന്ന് കേട്ടിട്ടില്ലേ, എന്ന് വെച്ചാൽ എന്താ പറയാ ഫോട്ടോ എടുക്കുന്നതിൽ ലൈറ്റിലേക്ക് ചിലപ്പോ ഒരു പേടി തോന്നുന്ന ആൾക്കാര് ഒക്കെ ഉണ്ട്, അതിലേക്ക് നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം. പലതിനോട് വെറുതെ ആവശ്യമില്ലാത്തൊരു പേടി, അതാണ് ഫോബിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇറാഷണൽ ആയിട്ടുള്ള ഒരു ഫിയർ ആണ്. PLASTY അല്ലെ, കേട്ടിട്ടുണ്ടല്ലോ, പ്ലാസ്റ്റി, ആൻജിയോപ്ലാസ്റ്റി, പ്ലാസ്റ്റിക് സർജറിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. PGIA PLEGIA പാരാലിസിസ് എന്ന് പറയുന്ന അതൊരു മീൻ ചെയ്യുന്ന ഒരു സഫിക്സ് ആണ്. അടുത്തത് NEA PNEA റിലേറ്റിംഗ് ടു ബ്രീത്തിങ്, ബ്രീത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള PNEA. പിന്നെ ടോർസിസ്, അതായത് നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടാകുന്ന ഡ്രൂപ്പിംഗ്, വളരെ ഗ്രൂപ്പിംഗ് ആയിട്ടുള്ളത്. Then RRHAGE excessive flow or discharge, എന്തെങ്കിലും കൂടുതലായിട്ട് ഇങ്ങനെ അമിതമായിട്ട് ഫ്ലോ ചെയ്ത് പുറത്തള്ളുന്ന ഒരു കാര്യം, ഡിസ്ചാർജ് ഉണ്ടാകുന്നത് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകുന്നുണ്ട്. RRHAGIA അതും അതുപോലെ തന്നെ അങ്ങനെയും ഉപയോഗിക്കാം. അത് ഓവർഫ്ലോ അല്ലെങ്കിൽ എക്സസീവ് ആയിട്ടുള്ള ഒരു ഫ്ലോ, എന്താണ് നമ്മൾ ഉദാഹരണം പറയാം, ഡയേറിയ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ, ഓവർഫ്ലോ ആണ്. എന്താ പറയാ ബ്ലഡും അതുപോലെ തന്നെ ഓവർഫ്ലോ ഒക്കെ വരാറുണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് സഫിക്സ് ആയിട്ട് മുന്നിൽ വേറെ ഒരു വേർഡിന്റെ കൂടെ ഒക്കെ ഹോമോറേജ്, അത് നമ്മൾ അടുത്ത പേജിൽ വായിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഓവർഫ്ലോ വരുന്നതിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു കാര്യമാണ്, ഈ ഒരു സഫിക്സുകളാണ് ഉപയോഗിക്കുന്നത്. തൊട്ടടുത്ത പേജിൽ നമ്മൾ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും വേർഡ്സ് ആണ് നമുക്ക് ഈ പേജിൽ സഫിക്സുകളായിട്ടുള്ളത്. ആൻഡ് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത് ITIS ആദ്യത്തേത്, 12ാമത്തെ കേട്ടോ, ITIS. അതിന് മുന്നത്തെ ഉണ്ടോ, ഗ്രാമും ഗ്രാഫും ഉണ്ട്, ഗ്രാം ഉണ്ട്, ഗ്രാഫ് ഉണ്ട്, ഗ്രാഫ്. പിന്നെ ITIS അത് 12ാമത്തെ ആണ്. OLOGY 15 സയൻസ് ഓഫ്, OLOGY സയൻസ് ഓഫ്. അടുത്തത് ഫോബിയ, പ്ലാസ്റ്റി, പീജിയ, അത് 3 അടുത്തെടുക്കുന്നത്. ഫോബിയ, പ്ലാസ്റ്റി, പീജിയ. അടുത്ത 27ാമത്തെ 27 TTOSIS ഗ്രൂപ്പിംഗ്. ഗ്രൂപ്പിംഗ് എന്ന മീനിങ് ഉള്ളതാണ്. എത്രനായി? യെസ്, 8 പറഞ്ഞത്. 8 വേഗം വായിച്ചു നോക്കിയേ. 8 പറയുന്നത് വായിച്ചോ?
പ്രിഫിക്സ് നമുക്ക് 127 ഉണ്ടായെങ്കിൽ സഫിക്സ് നമുക്ക് വളരെ കുറവാണ്. 137 വെറും 37 ഉള്ളൂ. മറ്റേത് 127 ഉണ്ടായി. നമുക്ക് 37 സഫിക്സുകളേ ഉള്ളൂ. അപ്പൊ അതുകൂടി നമുക്ക് പറയാം. അടുത്ത ഒരു 5 കുറച്ചുകൂടി സഫിക്സുകൾ ഉണ്ട്, അതുകൂടി പറഞ്ഞാലോ? ഓക്കെ, അടുത്തത് RRHAPHY, റിപ്പയർ ഓഫ്, സെക്യൂർ ഓഫ് എന്ന് പറയുന്ന. റിപ്പയർ ഓഫ് എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ, റിപ്പയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള മെയിൻ്റനൻസ് അതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് RRHAPHY. RRHEA അതും അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്ലോ ഓർ ഡിസ്ചാർജ് തന്നെയാണ്. ഭയങ്കരമായിട്ട് ഡിസ്ചാർജ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴുകുക എന്നൊക്കെയാണ്, ആ ഡിസ്ചാർജ് ആണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത സ്കോപ്പ്, വിച്ച് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ഫോർ എനി എക്സാമിനേഷൻ. ഏതെങ്കിലും കാര്യങ്ങൾ പരിശോധിക്കാനൊക്കെ വേണ്ടിയിട്ട്. ഇപ്പൊ മൈക്രോസ്കോപ്പ്, അതല്ലേ സ്കോപ്പ് എന്ന് പറയുന്ന വേർഡ് അറ്റത്ത് സഫിക്സ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അതൊരു ഡിവൈസ് ആണ്, നമുക്ക് എന്തെങ്കിലും സാധനങ്ങളെ നിരീക്ഷിക്കാൻ അല്ലെങ്കിൽ എക്സാമിൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ്. സ്കോപ്പി എന്ന് പറയുന്നത് ആ ഒരു എക്സാമിനേഷൻ ആണ്, ആ ഒരു പ്രക്രിയ. എക്സാമിൻ ചെയ്യുന്ന ഒരു പ്രക്രിയയില്ല, ആ ഒരു ഉപകരണം ഉപയോഗിച്ച് നമ്മൾ എക്സാമിൻ ചെയ്യുന്നു. ആ ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ സ്കോപ്പി. എൻഡോസ്കോപ്പി എന്ന് പറയുന്ന ഒരു വേർഡ് അല്ലേ? എൻഡോസ്കോപ്പി എവിടെ ഉപയോഗിക്കുന്നത്? ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് നമ്മൾ കേട്ടത്? എൻഡോസ്കോപ്പി എന്ന് പറയുന്ന ഒരു കാര്യം നടക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞല്ലോ. ഏത് ഡിപ്പാർട്ട്മെന്റ്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ആർക്കും ഓർമ്മയില്ല? എൻഡോസ്കോപ്പി ഗ്യാസ്ട്രോ എൻട്രോളജിയിലാണ്. യെസ്, വെരി ഗുഡ്. ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലാണ് എൻഡോസ്കോപ്പി എന്ന് പറയുന്ന കാര്യം ചെയ്യുന്നത്. അത് ഒരു എക്സാമിനേഷൻ ആണ്, എന്തെങ്കിലും ഒരു ഉപകരണം ഉപയോഗിച്ച്. അതുകൊണ്ടാണ് അതിന്റെ സ്കോപ്പി, എൻഡോസ്കോപ്പി എന്ന് പറയുന്ന വീടൊക്കെ തോന്നില്ലേ. അടുത്ത SIS, പ്രോസസ് ഫോർ കണ്ടീഷൻ, ഒരവസ്ഥ, ഏതെങ്കിലും പർട്ടിക്കുലർ അവസ്ഥ. ഓക്കെ, ഓസ്റ്റിയോപോറസിസ് കണ്ടോ? സിസ് അവസാനം വന്നു. ഓസ്റ്റിയോപോറസിസ് എന്ന് പറയുന്നത് ബോണിന് ഉണ്ടാകുന്ന ഒരു ക്ഷയം അല്ലെ? ആ ഒരു എന്താ പറയാ, എല്ലുകൾക്കൊക്കെ അസ്ഥികൾക്ക് എന്താ പറയാ തേയ്മാനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പൊ ആ ഒരു കണ്ടീഷൻ, ആ ഒരു അവസ്ഥ, അതുകൊണ്ടാണ് അങ്ങനെ ഒരു SIS അവസാനം വരുന്നത്. TAXIS, ഓർഡർ, അറേഞ്ച്മെന്റ്, അതായത് ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ അല്ലെങ്കിൽ ഒരു അറേഞ്ച്മെന്റ്, അതൊക്കെയാണ്. PROPHIC, റിലേറ്റിംഗ് ടു ന്യൂട്രീഷൻ, ന്യൂട്രീഷനുമായിട്ട് പോഷകവുമായിട്ട് ബന്ധപ്പെട്ടതാണ് PROPHIC എന്ന് പറയുന്നത്. അടുത്തത് URIA, റിലേറ്റിംഗ് ടു എ സബ്സ്റ്റൻസ് ഇൻ ദ യൂറിൻ ഓർ ദ കണ്ടീഷൻസ് ഓബ്ലിഗേറ്റഡ്. നമുക്ക് നമ്മുടെ യൂറിനിൽ ഉണ്ടായിരുന്ന തരത്തിലുള്ള ഒരു സബ്സ്റ്റൻസ്, അപ്പൊ അതിനെ വേണ്ടിയിട്ടൊക്കെ സൂചിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു യൂറിൻ സംബന്ധമായിട്ടുള്ള അതല്ലെങ്കിൽ ആ യൂറിൻ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഒരു കണ്ടീഷൻ, അതിനെയൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് URIA എന്ന് പറയുന്ന ഒരു സഫിക്സ് ഉപയോഗിക്കുക. അപ്പൊ ദീസ് ആർ ദ സഫിക്സസ്. നമുക്ക് മെഡിക്കൽ ടേംസിൽ അവർ ഉപയോഗിക്കുന്ന ചില എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സഫിക്സുകളാണ് ഈ 37 ഓക്കെ, ഇനി ആ 37 30 അടങ്ങുള്ളത് ഒന്ന് മാർക്ക് ചെയ്യാം. അതിന് സ്കോപ്പ്, സ്കോപ്പി, ആൽബമിനോലിയൻ, ട്രോഫിക്, PROPHIC, 3 ഉള്ളൂ. അതായത് സ്കോപ്പ്, സ്കോപ്പി, ട്രോഫിക്, ഈ 3 സഫിക്സില് ഈ പേജില് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അടയാളപ്പെടുത്തേണ്ടത്. അപ്പൊ മൊത്തം എത്ര എന്ന് പറഞ്ഞേ സഫിക്സുകൾ മൊത്തം? യെസ്, 15. 37 എണ്ണത്തില് 15 എണ്ണമാണ് സഫിക്സ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതൊക്കെ എളുപ്പമുള്ളതല്ലേ? മാർക്ക് ചെയ്ത് വരുന്നത് എളുപ്പമുള്ളതല്ലേ പഠിക്കാനായിട്ട്? അത്ര വലിയ ബുദ്ധിമുട്ടുള്ളതൊന്നും അല്ലല്ലോ. അത് നമ്മളൊരു കുറെ പ്രാവശ്യം തന്നെ വായിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് അത് മനസ്സിലേക്ക് എടുക്കണം. മീനിങ് പഠിക്കാനല്ലേ ഇതിന്റെ പ്രിഫിക്സുകളുടെ സുഫിക്സുകളുടെ ഒക്കെ മീനിങ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അതിന്റെ എക്സാമ്പിൾസോ അതിന്റെ മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് പഠിക്കാനില്ല. അപ്പൊ അതുകൊണ്ട് എളുപ്പമാണ് പഠിക്കാൻ. പിന്നെ നമ്മൾ കൂടുതൽ കേട്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനായിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തയിലേക്ക് പോയാലോ? കോമൺ റൂട്ട് വേർഡ്സ്. ഈ ഒരു 10 മാത്രം പറയാം റൂട്ട് വേർഡ്സ്, അതുകൊണ്ട് പറഞ്ഞു നിർത്താം. എന്നപ്പോ നിങ്ങൾ മാർക്ക് ചെയ്തത് നോക്കാം. ഇന്ന് കഴിഞ്ഞ ദിവസം എന്തായാലും നമ്മൾ പറഞ്ഞത് എന്തായാലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. അങ്ങനെയാണല്ലോ പറഞ്ഞത്. ഞാൻ ആ മാർക്ക് ചെയ്തത് അന്നാന്ന് തന്നെ മാർക്ക് ചെയ്യുന്നത് എനിക്ക് ഒരു 10-15 എണ്ണത്തിൽ കൂടുതലൊന്നുമില്ല. അങ്ങനെ 3 പേജിലാവുമ്പോ 8 എണ്ണം വീതമൊക്കെയാണ് ഇതിൽ അത്രയ്ക്ക് വരണുള്ളൂ. അപ്പൊ അത്രേ ഉള്ളൂ ഒരു ദിവസം പഠിക്കാൻ. അപ്പൊ അടുത്ത ദിവസം അത്രയും തന്നെ അങ്ങനെ പഠിക്കുക. അല്ലാതെ എല്ലാവരും കൂട്ടി വെച്ചിട്ട് ലാസ്റ്റ് പഠിക്കാൻ നിൽക്കുമ്പോഴാണ് നമുക്ക് കിട്ടാണ്ടാകുക. കാരണം ഇത് ഈ പ്രിഫിക്സ് സഫിക്സിന്റെ ഒക്കെ മീനിങ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. ഇച്ചിരി മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇച്ചിരി ചിലപ്പോൾ പാടായിരിക്കും. അതുകൊണ്ട് ചിലതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാം, അല്ലാത്തത് നമ്മൾ പഠിക്കുക തന്നെ വേണം. അതുകൊണ്ടാണ് പറഞ്ഞത്.
അപ്പൊ ACOU ഇനി അടുത്തത് റൂട്ടുകളാണ്. ഇതിന്റെ മീനിങ്സും ആണ് കേട്ടോ. ACOU ഹിയർ നമുക്ക് കേൾക്കുക, കേൾവിയുമായി ബന്ധപ്പെട്ടതാണ്. ADIP ഫാക്ട് കൊഴുപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ALP വൈറ്റ് WHIPE അങ്ങനെ തന്നെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. റൂട്ട് വേർഡ് അതിന്റെ മീനിങ്, റൂട്ട് വേർഡ് അതിന്റെ മീനിങ്, സഫിക്സ് അതിന്റെ മീനിങ്, പ്രിഫിക്സ് അതിന്റെ മീനിങ്, അങ്ങനെയൊക്കെ. ഓക്കെ. ALGES പെയിൻ എന്ന് പറയുന്ന അർത്ഥമാണ് ALGES എന്ന് പറയുന്ന റൂട്ട് വേർഡിന്. ALDR ഏതാണ്? മെയിൽ, MALE മെയിലുമായിട്ട് ബന്ധപ്പെട്ടത്, പുരുഷന്മാരുമായി ബന്ധപ്പെട്ടത്. AORTA large artery exiting from the left ventricle of the heart. നമ്മുടെ ഹാർട്ടിന്റെ ഇടത്തുള്ള വെൻട്രിക്കിളിൽ നിന്നും എന്താ പറയാ പുറത്തേക്ക് പോകുന്ന ഒരു ലാർജ് ആർട്ടറി, അതാണ് അറോട്ട. AORTA അോർട്ട എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു റൂട്ട് വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. AQUA അതൊക്കെ നമുക്കറിയാവുന്നതാണ്. അക്വാറ്റിക് വാട്ടർ, വെള്ളം എന്നാണ്, ജലം. അടുത്ത ASPHYXIA ലാക്ക് ഓഫ് ഓക്സിജൻ, അതായത് ഓക്സിജന്റെ അളവ് കുറവ്, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുതലും ഇൻ ദ ബോഡി. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ ബ്രെയിനിലൊക്കെ, ബോഡിയിൽ അല്ലെങ്കിൽ ബ്രെയിനിലൊക്കെ എന്താ പറയാ ഓക്സിജന്റെ അളവ് കുറവും കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുതലെങ്കിൽ ഇറ്റ് വിൽ ലീഡ് ടു അൺകോൺഷ്യസ്, ബോധരഹിതമായിട്ടൊക്കെ വീഴും. ഓക്കെ. ASPHYXIA and as the ASTHEN weaker feebleness നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്. AUDI to hear കേൾക്കുക എന്നുള്ളത് ആണ് അതിന്റെ മീനിങ്. AU ഓഡിറ്ററി അല്ലെ, ഓഡിയോ അതൊക്കെ നമുക്കറിയാലോ, അത് തന്നെ. അപ്പൊ ഇതിനകത്ത് ഉള്ള റൂട്ട് വേർഡ്സ് ഈ 10 ഇത് മാർക്ക് ചെയ്യേണ്ടത് ഏതൊക്കെയാണെന്ന് എഴുതി വെക്കാം, അല്ലെങ്കിൽ മാർക്ക് ANBR മെയിൽ, ANBR മെയിൽ. Aqua 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 water. ASPHYXIA lack of oxygen or excess of carbon dioxide. രണ്ടും ഉണ്ട് കേട്ടോ. ഓക്സിജൻ അളവ് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് അവിടെ കൂടുതലുണ്ട് എന്നാണ്. പിന്നെ ASTHEN weak. Then AUDY to hear, അതായത് 5, 7, 8, 9, 10 5, 7, 8, 9, 10 that means 5 5 എണ്ണമാണ് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്ന റൂട്ട് വേർഡ്സ്. അപ്പൊ ഇന്ന് മാത്രം നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന സഫിക്സും അതുപോലെ തന്നെ പ്രിഫിക്സും അതുപോലെ റൂട്ട് വേർഡ്സും ആകെ എത്ര ഉണ്ട് ഇന്ന് മാത്രം മാർക്ക് ചെയ്തത്? കഴിഞ്ഞ ദിവസത്തെ എത്ര ഉണ്ടെന്ന് എനിക്ക് ഞാൻ ചോദിച്ചില്ല. അപ്പൊ അത്രയും വെച്ചെങ്കിലും പഠിക്കാനാണ് ഉദ്ദേശിച്ചത്. ഓക്കെ. ഇന്ന് മാത്രം മാർക്ക് ചെയ്തത് എത്ര ഉണ്ട്? പ്രിഫിക്സും സഫിക്സും റൂട്ടും കൂടി എന്ന് നോക്ക്. 20. ഓ വെരി ഗുഡ്, നല്ല നമ്പറാണ്. ഓക്കെ. 20 കറക്റ്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ 20 പഠിക്കാൻ പറ്റില്ലേ നിങ്ങൾക്ക്? എല്ലാവരും ഒരുമിച്ച് പഠിക്കാൻ പറ്റരുത്. 20 പഠിക്കാൻ പറ്റില്ലേ? ഇവൻ പഠിക്കണം, അല്ലാതെ പറ്റില്ല. ഇത് ഇത്രയും അതിൽ നിന്നാണ് നമ്മളതിനെ ചുരുക്കി 20 ആക്കിയിരിക്കുന്നത്. ചുരുക്കി 20 ആക്കാന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ കണ്ടത് കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നതൊക്കെ നോക്കിയിട്ടാണ് എടുത്തു വെച്ചേക്കണത്. ഓക്കെ. അപ്പൊ അതെങ്കിലും ഇനി പഠിക്കാതെ പറ്റില്ല. എന്തായാലും അത് നിങ്ങൾ അമ്പീതിനും അങ്ങനെ പഠിക്കാം. ഓക്കെ. പറ്റില്ലേ? ആരും മറുപടി പറയുന്നില്ലല്ലോ. നമുക്ക് വേറെ എക്സ്പ്ലനേഷൻസ് ഒന്നും ഇതിനെ കുറിച്ച് തരേണ്ടതില്ല. കാരണം നമുക്ക് ആ വേർഡ് വേണ്ട മീനിങ് മാത്രമാണ് പറയേണ്ടത്. നമ്മളിങ്ങനെ എന്താ പറയാ 20 അല്ല. ഓക്കെ. 20 അല്ല, പിന്നെ എത്രയാ? 37, 34, 37, 39. അത് അങ്ങനെ പലരും കുറെ മാർക്ക് ചെയ്തിട്ടുണ്ടോ? ഇന്നത്തെ മാത്രമാണ് ഞാൻ ചോദിച്ചത്. ഇന്നത്തെ മാത്രം നോക്കിയിട്ട് ഒന്ന് മറ്റുള്ളവരോടൊന്ന് ഷെയർ ചെയ്യട്ടെ. അപ്പൊ നിങ്ങൾ ഏതാണെങ്കിൽ മാർക്ക് ചെയ്യാത്തതെന്ന് നോക്കിയേ. 39 ഇപ്പൊ ലാസ്റ്റ് കൂടുതൽ എല്ലാവരും പറയുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ റെഫർ ചെയ്തതില് മാർക്ക് ചെയ്യാൻ പറഞ്ഞത് ഏതെങ്കിലും മാർക്ക് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാട്ടാ. 39 ഉണ്ടോ? ആളാണ് പറഞ്ഞു 20. അപ്പൊ 39 ഉണ്ടോ? ഓക്കെ. ഒരെണ്ണം കുറഞ്ഞില്ല നമ്പർ കറക്റ്റ് ആയിട്ട്. അപ്പൊ അതൊന്ന് വായിച്ചൊക്കെ പഠിച്ചിട്ടൊക്കെ അടുത്ത ക്ലാസ്സിൽ വരിക. ഓക്കെ. ഓക്കെ. ബൈ. താങ്ക് യു. Okay, thank you.